കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഓവുലേഷൻ നടക്കുന്നതിന്റെ ഡിസ്ചാർജിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇമേജ് അടക്കം നമ്മൾ ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തപ്പോഴേക്കും ഒരുപാട് പേര് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി, ഇതുപോലുള്ള ഡിസ്ചാർജ് ഓവുലേഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്നുണ്ട്, അത് ഇനി അടുത്തൊരു ഓവുലേഷൻ വരുന്നതിൻ്റെ ആണോ, അല്ലെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയതിൻ്റെ ആണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസ്ചാർജ് ഉണ്ടാകുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഓവുലേഷൻ സമയത്ത് നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് ആണ്. പച്ചമുട്ടയുടെ വെള്ള പോലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വെണ്ടയ്ക്ക് നമ്മൾ അരിയുന്ന സമയത്ത് ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള ടെക്സ്ചറുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് കേട്ടോ. സെമന് നല്ല രീതിയിൽ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും അതിന്റെ യാത്രയിൽ തടസ്സമൊന്നും ഇല്ലാതെ തട്ടിക്കിടന്നൊന്നും നിൽക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള സെർവിക്കൽ മ്യൂക്കസ് ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കാരണം ഒരു കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വജൈനൽ ഡ്രൈനസ് പ്രിവെന്റ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ആകുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ ഏകദേശം ഒരു ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞൊരു സമയം നമ്മൾ കണ്ടുപിടിക്കാറുണ്ടല്ലോ. എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിനേക്കാൾ ഒരു 4 ദിവസം മുൻപുള്ള ഒരു സമയവും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 2 ഡേയ്സും ഒക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫെർട്ടൈൽ ടൈം പീരീഡ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ ഫെർട്ടൈൽ ടൈം പീരീഡിൽ പലർക്കും ഇത്തരത്തിലുള്ള ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു 4th ഡേ മുതൽ കൂടിയിട്ട് ദെൻ 3rd ഡേ, 2nd ഡേ, 1st ഡേ, നമ്മുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റിൽ നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ദെൻ അത് കുറയുകയാണ് ചെയ്യുന്നത്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഡിസ്ചാർജ് ഒന്നുകൂടി സ്റ്റിക്കി ആവുകയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് ഈസ്ട്രോജൻ ഹോർമോണിന്റെ ഒരു ഹൈക്ക് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ലൂട്ടിയൽ ഫേസിന്റെ സമയത്ത് നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോണാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഫോളിക്കുലാർ സ്പേസിൽ വേണ്ടത് ഈസ്ട്രോജൻ ഹോർമോണാണ്. ഈസ്ട്രോജൻ ഹോർമോൺ ശരീരത്തിലോട്ട് കൂടുന്നതും സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുന്നതുമാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ആകുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പല ആളുകൾക്കും ഇത്തരത്തിലുള്ള എഗ് വൈറ്റ് ടെക്സ്ചറിൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നുണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്മാച്ച് സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുന്നത് ഒരു 10ാം തീയതി ആണെങ്കിൽ ചിലപ്പോൾ ഒരു 15ാം തീയതിയോ അല്ലെങ്കിൽ ഒരു 16ാം തീയതിയോ ചിലപ്പോൾ നമുക്ക് ഓവുലേഷൻ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ഈ ഓവുലേഷൻ ഡിസ്ചാർജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഡേറ്റിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരു 7 ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ട് ഓവുലേഷൻ ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിട്ടും ചില ആളുകളിൽ കാണാറുണ്ട്. ഇതാണ് ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഒരു മാസത്തിൽ 2 തവണ എഗ് പ്രൊഡ്യൂസ് ആകാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ലെട്രസോളിന്റെ മെഡിസിൻ എടുക്കുന്നു, ഗ്രാമ്പു വെള്ളം കുടിക്കുന്നു, ഒപ്പം തന്നെ നമ്മൾ നമുക്ക് ആ ഒരു ഓവുലേഷൻ നടക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണ്, കൃത്യമായിട്ട് ഫോളിക്കിൾ റപ്ചർ ആകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സ് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ലെട്രസോളിന്റെ മെഡിസിൻ കൊടുക്കാറുണ്ട്. പെട്ടെന്ന് കൂടുതൽ ഗ്രോത്ത് എത്തി നല്ല ക്വാളിറ്റിയോടുകൂടി പൊട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ സഹായിക്കും. ഒപ്പം നമുക്ക് ക്ലോസ് വാട്ടർ കൂടി കുടിക്കുമ്പോഴേക്കും നമ്മുടെ എഗ് ഉണ്ടാകാനായിട്ട് 2 അല്ലെങ്കിൽ 3 ഫോളിക്കിൾസ് മെച്യൂർ ആകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ആണ് അവിടെ കൂടുന്നത്. ചിലപ്പോൾ ചിലതെല്ലാം തന്നെ ഏകദേശം ഒരേ സമയത്ത് തന്നെ റപ്ചർ ആയി പോകും. 1-2 ഫോളിക്കിളൊക്കെ റപ്ചർ ആകും. ചിലപ്പോൾ ഒന്ന് ഗ്രോ ആയിട്ട് തുടങ്ങുന്നത് ഈ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു 5ാമത്തെ ദിവസമൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഫോളിക്കിൾസ് മെച്യൂർ ആയിട്ട് റപ്ചർ ആകുന്നതും ചിലപ്പോൾ ഈ ഒരു എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ പ്രഗ്നൻസി തന്നെയാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്തും പലർക്കും ഈ ഒരു എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. അത് ക്ലിയർ ആയിട്ടുള്ള എഗ് വൈറ്റ് ടെക്സ്ചർ ആയിരിക്കില്ല. ചിലപ്പോൾ ആ ഒരു ഡിസ്ചാർജിന്റെ ഒപ്പം അത് എഗ് വൈറ്റ് ടെക്സ്ചർ ആണെങ്കിൽ കൂടി തന്നെയും അതിൽ ഒരു വൈറ്റ് കളറിൽ ഡോട്ട് പോലെയുള്ള ഒരു കവറിങ്ങും കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഡിസ്ചാർജ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് സെർവിക്സിലോട്ടുള്ള രക്തയോട്ടം കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇംപ്ലാന്റേഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടാറുണ്ട്. സെർവിക്സിലോട്ട് മാത്രമല്ല, ശരീരത്തിലെ ഏതൊരു അവയവത്തിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാറുണ്ട്. ഇനി സെർവിക്സിന്റെ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് മറ്റുള്ള തരത്തിലുള്ള ബാക്ടീരിയസ് ഒന്നും ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ സെർവിക്സ് ക്ലോസ്ഡ് ആവുന്നുണ്ട്. അതിന്റെ ഒരു എഫിഷ്യൻസി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ഭാഗത്തിന് അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇതുപോലെ തന്നെ ശരീരത്തിനകത്തേക്ക് മറ്റൊന്ന് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഡിസ്ചാർജ് കൂടി ശരീരം പ്രൊഡ്യൂസ് ആവുന്നുണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് പ്രഗ്നൻസി ആയതിന്റെ ഒരു റീസൺ കൊണ്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് അപ്പോൾ കൂടുതലായിട്ട് പോകാം.
എഗ് വൈറ്റ് ടെക്സ്റ്റൈലുള്ള ഡിസ്ചാർജ് ആയിരിക്കും. അതിന്റെ അളവിൽ ഈ ഒരു വൈറ്റ് കളറിലെ ഡോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ എഗ് വൈറ്റ് ടെക്സ്ചർ ആയിരിക്കില്ല, മിൽക്കി വൈറ്റ് ആയിരിക്കും. അതായത് പാൽപ്പാടയുടെ വെള്ള എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും ഒരു ഷെയ്ഡ് താഴെ നിൽക്കുന്ന ഒരു വൈറ്റ് കളർ ആയിരിക്കും വരുന്നത്. അത് നമുക്ക് നല്ലതുപോലെ കയ്യിൽ വിരലുകൾക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചു നീട്ടാനായിട്ട് സാധിക്കും. ചില ആളുകൾക്ക് ഈ ഒരു ഡിസ്ചാർജ് പോകുന്ന സമയത്ത് ചൊറിച്ചിലും കൂടി അനുഭവപ്പെടാറുണ്ട്. ഈ ചൊറിച്ചിൽ ഉണ്ടാകുന്നത് നമുക്ക് കൂടുതൽ ഡിസ്ചാർജ് പോയി കഴിഞ്ഞാൽ ഇന്നറിൽ കൂടുതൽ ഡിസ്ചാർജ് ആകുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടിന്റെ രണ്ട് സൈഡും ഡിസ്ചാർജ് കൂടുതൽ ഒട്ടിപ്പിടിക്കുന്നതും, അത് നമ്മുടെ തൊടയുടെ ഭാഗമായിട്ട് ഒരു കോണ്ടാക്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവിടെ ചൊറിച്ചിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ചൊറിച്ചിൽ കൂടുതലായിട്ട് നമുക്ക് വജൈനയുടെ ആ ഒരു ചുറ്റും മാത്രമാണ്, തൊടയുടെ ഭാഗത്തോട്ടൊന്നും ആ ചൊറിച്ചിൽ വരുന്നില്ല, വജൈനയുടെ ഭാഗത്ത് മാത്രമാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ വജൈനൽ ഇൻഫെക്ഷൻ ആയതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡിസ്ചാർജ് ഉണ്ടാവാം കേട്ടോ. ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഫൗളായിട്ടുള്ള സ്മെല്ലൊന്നും അതിൽ ഇല്ല എന്നുള്ള കാര്യം. ഉള്ളിയുടെ പോലത്തെ മണം അല്ലെങ്കിൽ ഭയങ്കര ഫൗളായിട്ടുള്ള ഒരു മീനിന്റെ പോലത്തേക്ക് ഗന്ധം നിങ്ങൾക്ക് അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ വജൈനൽ ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നോർമലി നമുക്ക് ഉണ്ടാകുന്നതിനേക്കാളും കുറച്ചധികം കൂടുതൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓവുലേഷൻ സമയത്ത് ഉണ്ടായതിനേക്കാളും കുറച്ചൊരു പടി കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാവുന്നത് കേട്ടോ. ഇത് മെയിൻ ആയിട്ട് ഈ ഒരു റീസൺ പ്രഗ്നന്റ് ആകുന്നതിന്റെ ഭാഗമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഹോർമോൺ വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടുമാണ് ഇങ്ങനെയുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇനി ഈ ഒരു ഡിസ്ചാർജ് കണ്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകൾക്ക് വജൈന ഭയങ്കര ഡ്രൈ ആയിരിക്കും, ചിലർക്ക് സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജും കൂടുതൽ കണ്ടതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഒരു ഡിസ്ചാർജും ഇല്ലാതെയും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതെങ്കിലും സപ്ലിമെന്റ്സ് എടുത്തിട്ട് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഓവുലേഷൻ സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വജൈനൽ ഇൻസേർട്ട് ചെയ്യുന്ന രീതിക്കാണ് ആ സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വജൈനൽ നിന്ന് ഉണ്ടാകുന്നത് സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും. ചില ആളുകൾക്ക് പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് വജൈനൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എണീക്കുമ്പോഴോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ രാത്രി ചിലപ്പോൾ യൂറിനേറ്റ് ചെയ്യാൻ പോകുമ്പോഴോ വൈറ്റ് കളറിലെ ഡിസ്ചാർജ് ചിലപ്പോൾ കാണും. മെഡിസിന്റെ ബാക്കി പുറത്തേക്ക് പോകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റാത്ത തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും അനുഭവപ്പെടുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഡിസ്ചാർജ് ഉണ്ടായിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ടായുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഡിസ്ചാർജുകൾ കണ്ടാലും നിങ്ങൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. അതിപ്പോൾ പ്രഗ്നൻസിയുടേതാണോ പീരിയഡ്സിൻ്റെ ആണോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ മനസ്സ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എഗ് വൈറ്റ് ടെക്സ്റ്റൈലുള്ള ഡിസ്ചാർജ് നമ്മൾ പറഞ്ഞാലും ചില ആളുകൾക്ക് വരുന്നത് ബ്രൗണിഷ് ഷെയ്ഡിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും, ചില ആളുകൾക്ക് ഉണ്ടാകുന്നത് പിങ്കിഷ് ആയിട്ടുള്ള ഷെയ്ഡിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും, ചില ആളുകളുടെ ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഭയങ്കര നമുക്ക് എന്താ പറയുക ഇറിറ്റേഷൻ ഉണ്ടാകും, ചിലപ്പോൾ ഇച്ചിങ് ഉണ്ടാകും. ഇതൊക്കെ പലർക്കും പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 days ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഇംപ്ലാന്റേഷന്റെ ടൈം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം കുടിക്കുന്നതിനനുസരിച്ചിട്ട് ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, ശരീരത്തിന് ഒരുപാട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകളുടെയൊക്കെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും അത് സഹായിക്കും കേട്ടോ. വെള്ളം മാത്രമല്ല വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒപ്പം ഒന്നിരവട്ട ദിവസങ്ങളിൽ ബീട്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ വേറെ വാട്ടർമെലൺ ജ്യൂസോ ഒക്കെ എടുക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഗ്നന്റ് ആക്കാനായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ക്യുക്കുംബർ കഴിക്കുന്നത് നല്ലതാണ്, സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് വേവിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.